ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പ. എല്ലാ ദിവസവും നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ ഓരോരോ ലീലകളാണ് നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്യുന്നത്. ഇതുവരെയും നമ്മൾ തൃണാവൃത്ത മോക്ഷം, ശകടാസുര മോക്ഷം ഇതൊക്കെയാണ് ചർച്ച ചെയ്തത്. ഇന്ന് വളരെ രഹസ്യമായിട്ടുള്ള ശ്രീമതി രാധാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ശ്രീമതി രാധാറാണിയുമായിട്ടുള്ള ഭഗവാന്റെ വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് പൊതുവേ ചില വ്യക്തികൾ പറയും, അതായത് രാധാറാണിയെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ പോയല്ലോ എന്ന്. പക്ഷേ ഭഗവാന്റെ ആദ്യത്തെ പത്നിയും ഒരേ ഒരു പത്നിയും എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ്റെ ഒരേ ഒരു പത്നിയും ആദ്യത്തെ പത്നിയും ശ്രീമതി രാധാറാണിയാണ്. ഭഗവാനും രാധാറാണിയും ഒരിക്കലും പിരിയുന്നില്ല, അവരെപ്പോഴും ഒന്നിച്ചു തന്നെയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇത് സംഭവിക്കുന്നത് എന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയീ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം ജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാം സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ മുതായ കൃപപ്രദായിനേ ഗൗരഗദാദാംഗായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശത. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാഷവാനവി ദേവി ദയായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മധുജ്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതവസിദ്ധാന്തനന്ദഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമോ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവ ഭൂമിസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവോമാ ശ്രീജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരവസ്യ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കൗർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാംബുജോ രാധാ മദനമോഹന. ദിവ്യദ്വൃന്ദാരണ്യഗർഭദ്രുമദ ശ്രീമദ്രത്നാകര സിംഹാസനസ്ഥ. ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാരഭ്യ സേവ്യമാനോ സ്മരാമി. ശ്രീമദ്രാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപീർഗോപീനാഥശ്രീസ്ഥ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ.
श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तनंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण कृष्ण हरे राम राम हरे हरे भुवं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച തുടരാം. ഒരിക്കൽ നന്ദമഹാരാജ് ഭഗവാൻ ഉണ്ണിക്കണ്ണനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പശുക്കളെ മേയ്ക്കാൻ പോവുകയാണ് ഭാണ്ഡീർ വനത്തിൽ. അവിടെ യമുനാ തീരത്ത് വളരെ ശക്തമായിട്ടുള്ള കാറ്റ് വീശാൻ തുടങ്ങി. ഭഗവാന്റെ ആഗ്രഹപ്രകാരം തന്നെ ആകാശം കാർമേഘങ്ങളെ കൊണ്ട് നിറഞ്ഞു. കൂടുതൽ ശക്തമായിട്ട് കാറ്റ് വീശാൻ തുടങ്ങി. വലിയ വൃക്ഷങ്ങൾ പോലും പിഴുത് വീഴാൻ തുടങ്ങി. വലിയ ഇരുട്ടും വ്യാപിച്ചു അവിടെ. ഉടൻ തന്നെ ഭഗവാൻ നന്ദമഹാരാജൻ്റെ കയ്യിൽ ഇരുന്ന ഭഗവാൻ പേടിച്ച് കരയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് നന്ദമഹാരാജന് വലിയ ഭയം തോന്നി. എന്നിട്ട് ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് കയ്യിലിരിക്കുന്നത്. എന്നിട്ട് ഭഗവാനെ തന്നെ വിളിക്കുകയാണ്. എന്നിട്ട് കാരണം നന്ദമഹാരാജിനെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ കുട്ടി എന്നുള്ള ആ ഒരു ചിന്തയാണല്ലോ. അപ്പോൾ കോടാനുകോടി സൂര്യന്മാർ ഒരേ സമയത്ത് ഉദിച്ചു കഴിഞ്ഞാൽ എന്ത് തേജസ്സായിരിക്കും വരുന്നത്. ആ രീതിയിൽ എല്ലാ ദിശകളിലും വ്യാപിക്കുന്ന ഒരു പ്രത്യേകതരം പ്രകാശം കണ്ടു നന്ദ മഹാരാജ്. അപ്പോൾ ആരായിരുന്നു അത്? വൃഷഭാനുവിൻ്റെ മകളായ ശ്രീമതി രാധിക അവിടെ എത്തിക്കുകയാണ്. അതീവ സുന്ദരി. കോടാനുകോടി ചന്ദ്രന്മാരുടെ നിലാവുണ്ട് ശ്രീമതി രാധാറാണിയുടെ ദേഹകാന്തിക്കായിട്ട്. നീലവസ്ത്രം ധരിച്ചിരിക്കുകയാണ്. അതീവ സുന്ദരമായിട്ടുള്ളൊരു പാദസരമുണ്ട്. ആ പാദസരത്തിൻ്റെ മണിനാദം ഇങ്ങനെ കേൾക്കാൻ പറ്റുമായിരുന്നു. അതീവ മനോഹരമായിട്ടുള്ള ശബ്ദം ശ്രീമതി രാധാറാണിയുടെ പാദത്തിൽ നിന്ന് കേൾക്കാൻ പറ്റുമായിരുന്നു. ദേവിയുടെ കഴുത്തിൽ അതീവ സുന്ദരമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. കയ്യിലൊരു പ്രത്യേകതരം വളകളുണ്ട്, അതിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. തോൾവളകളുണ്ട്, മോതിരമുണ്ട്, രത്നങ്ങളുടെ ഒരു കഴുത്തിലെ മാലയുണ്ട്. പിന്നെ നല്ല തിളക്കമുള്ളൊരു മൂക്കുത്തിയും രാധാറാണി ധരിച്ചിട്ടുണ്ട്. പിന്നെ അതീവ സുന്ദരമായിട്ടുള്ള കുണ്ടലവും ദേവി ധരിച്ചിട്ടുണ്ട്. ദേവിയുടെ ആ ദേഹകാന്തി കണ്ടിട്ട് നന്ദമഹാരാജിന് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് തേജസ്വിനിയായിരുന്നു രാധാറാണി. നന്ദമഹാരാജ് അറിയാതെ കൈകൂപ്പി തൊഴുതു. എന്നിട്ട് പറഞ്ഞു, അന്നേരം ഭഗവാന്റെ നിയോഗമാണ്. അപ്പോൾ നന്ദമഹാരാജ് പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്ന കുട്ടി സാക്ഷാൽ ഭഗവാനാണ്. അവിടുന്ന് രാധാദേവിയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഭഗവാന്റെ പ്രിയതമയാണ് അവിടുന്ന്. ഇതെല്ലാം ഗർഗമുനി എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാധാദേവി അവിടുത്തെ നാഥനെ സ്വീകരിച്ചാലും. ഈ കാർമേഘങ്ങളൊക്കെ കണ്ട് ഭഗവാൻ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ കുഞ്ഞിനെ ദേവി വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഞാൻ ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എന്നെ സംരക്ഷിക്കണം. അവിടുന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ പ്രിയതമ്മയാണ്. എല്ലാവിധ ത്രിഗുണങ്ങൾക്കും അപ്പുറത്താണ് ദേവി. ഇത് കേട്ടപ്പോൾ
ശ്രീമതി രാധാറാണി നന്ദ മഹാരാജിനോട് ഇങ്ങനെ സംസാരിച്ചു. രാധാദേവി പറഞ്ഞു, നന്ദ മഹാരാജ് ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ, അങ്ങ് ആഗ്രഹിക്കുന്ന ഏത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ഒട്ടും സാധ്യമല്ലാത്ത ഏറ്റവും അസാധ്യമായിട്ടുള്ള ഒരു വരം ചോദിച്ചോളൂ. കാരണം എനിക്ക് അങ്ങയുടെ ഭക്തിയിൽ ഒരുപാട് ഞാൻ സന്തുഷ്ടയാണ്. എന്നെ ഈ കിഷോരി രൂപത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ ആർക്കും ലഭിക്കാത്തൊരു സൗഭാഗ്യമാണ്. ദേവി പറയാം, ഇത് ആർക്കും ദർശിക്കാൻ പറ്റത്തില്ല ഈ കിഷോരി ഭാവത്തിൽ. അതുകൊണ്ട് അങ്ങയുടെ ഭക്തിയിൽ സംപ്രീതയായതുകൊണ്ട് മാത്രമാണ് അങ്ങയ്ക്ക് ഞാൻ ഈ കിഷോരി രൂപം കാണിച്ചു തരുന്നത്. അപ്പോൾ ഉടനെ നന്ദ മഹാരാജ് പറയുകയാണ്, ദേവി അവിടുന്ന് എന്നിൽ സന്തുഷ്ടയാണെങ്കിൽ എനിക്ക് എപ്പോഴും 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 അവിടുത്തെ തൃപ്പാദത്തിൽ ഉറച്ച ഭക്തി തരണേ. ഹരേ കൃഷ്ണ. ശ്രീ നന്ദോവാച യദി പ്രസന്നാസി തഥാ ഭവേ മേ ഭക്തിർ ദൃഢ കൗ യുവയോ പദാക്ഷി. അവിടുത്തെ തൃപ്പാദങ്ങളിൽ എപ്പോഴും എനിക്ക് ഉറച്ച ഭക്തി ലഭിക്കട്ടെ. എനിക്ക് ദേവി അവിടുത്തെ ഭക്തരോട് ഭക്തി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും രാധാറാണി അവിടുത്തെ പ്രിയപ്പെട്ട ഭക്തരുടെ സമ്പർക്കം എനിക്ക് ലഭിക്കട്ടെ. എത്ര യുഗങ്ങൾ ഇനി ഞാൻ ജനിക്കാൻ അവസരങ്ങൾ ലഭിച്ചാലും ആ ജന്മങ്ങളിലെല്ലാം ഞാൻ അവിടുത്തെ ഭക്തരുടെ സേവകരായിട്ടിരിക്കാൻ എനിക്ക് സൗഭാഗ്യം ലഭിക്കട്ടെ. നാരദ മഹർഷി പറഞ്ഞു. ഇത് കേട്ടുടനെ ദേവി പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ. എന്നിട്ട് ഇതൊന്ന് ആലോചിച്ച് നോക്കും, ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ത കൂട്ടായ്മയിൽ നിൽക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. കാരണം ഭക്തർക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥന എന്താണ്. കാരണം നമ്മൾ ഭൗതിക ലാഭം ചോദിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണ് അല്ലേ? സമ്പത്താണെങ്കിലും സ്ഥാനമാനങ്ങളാണെങ്കിലും ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭക്ത കൂട്ടായ്മയിൽ നിൽക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അത് രാധാറാണിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ പറ്റത്തില്ല. നമ്മൾ അപരാധങ്ങൾ ചെയ്യുമ്പോൾ, അതായത് രാധാറാണിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭക്ത കൂട്ടായ്മയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അന്നേരം രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ത കൂട്ടായ്മയിൽ നിൽക്കാൻ കഴിയൂ. അന്നേരം ഇവിടെ രാധാറാണി ഉടനെ 2 കൈ നീട്ടി നന്ദ മഹാരാജൻ്റെ കയ്യിൽ നിന്നും ഭഗവാനെ സ്വീകരിക്കും. അതിനുശേഷം നന്ദ മഹാരാജ് രാധാറാണിയുടെ കാൽക്കൽ നമസ്കരിച്ചിട്ട് പോവുകയാണ്. ഉണ്ണിക്കണ്ണനെയും കൊണ്ട് രാധാറാണി ബാണ്ടീർ വനത്തിലേക്ക് പോയി. അന്നേരം യമുനാ തീരത്തായിരുന്നു ഈ സംഭവം നടന്നത്. എന്നിട്ട് ഉൾവനത്തിലേക്ക് പോവുകയാണ് രാധാറാണി. ഉടൻ തന്നെ ആ സ്ഥലം ഗോലോകത്തിൻ്റെ ആ ഒരു പ്രഭാവം ഭാണ്ഡീരവനത്തിൽ കാണാൻ തുടങ്ങി. അതായത് ഭാണ്ഡീരവനം യഥാർത്ഥത്തിൽ ഗോലോകത്തിലെ സ്ഥലമാണ്. ആ ഗോലോകം അതിൻ്റെ ആ പരിപൂർണ അവസ്ഥയിലേക്ക് പ്രകടമായി തുടങ്ങി. നിമിഷങ്ങൾക്കകം എല്ലാം അവിടെ സ്വർണമായിട്ട് മാറി. അമൂല്യമായിട്ടുള്ള ഒരുപാട് രത്നങ്ങൾ പതിപ്പിച്ച ഒരുപാട് മന്ദിരങ്ങളും ആസനങ്ങളും അവിടെ തയ്യാറായി. വൃന്ദാവനം അതിൻ്റെ യഥാർത്ഥ സമ്പദ് സമൃദ്ധി പ്രകടമാക്കാൻ തുടങ്ങി. ഒരുപാട് കൽപ്പവൃക്ഷങ്ങളും, എന്നിട്ട് യമുനാ തീരത്ത് ഒരുപാട് ഘാട്ടുകളുണ്ട്, രത്നങ്ങൾ പതിപ്പിച്ച പടികളോടുകൂടി ഒരുപാട് സ്വർണത്തിൻ്റെ കൊട്ടാരങ്ങളുമൊക്കെ. ഗോവർദ്ധനം അതിൻ്റെ യഥാർത്ഥ മഹിമ കാണിക്കാൻ തുടങ്ങി. ഗോവർദ്ധനം മൊത്തത്തിൽ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഒരുപാട് സ്വർണത്തിൻ്റെ കുന്നുകൾ എല്ലായിടത്തും കാണപ്പെട്ടു. ഒരുപാട് വണ്ടുകൾ, പല ഗുഹകൾ, പിന്നെ അതിൽ നിന്നെല്ലാം സുന്ദരമായിട്ടുള്ള സ്ഫടികത്തെ പോലെ തിളക്കമുള്ള വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട്
ആ കാടുകളും അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. ഒരുപാട് ഭവനങ്ങളും അങ്കണങ്ങളും ഒരുപാട് നടക്കാനുള്ള വഴികളും, അതിസുന്ദരമായിട്ടുള്ള വഴികളും, ഒരുപാട് വണ്ടുകൾ, ഒരുപാട് മയിലുകൾ, പല പല പക്ഷികൾ, കുയിലുകൾ. വസന്തകാലവും കൂടെ അവിടെ വന്നു എന്നുള്ളതാണ്. പല പല മന്ദിരങ്ങളും സ്വർണം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ മേൽക്കൂരകൾ പോലും അവിടെ എല്ലാം അതിസുന്ദരമായിട്ടുള്ള കൊടികളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. അവിടെ എല്ലാം പല പല കുളങ്ങളും കാണപ്പെട്ടു. ആ കുളത്തിലെല്ലാം താമരകൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു. അവിടെ എല്ലാ അരയന്നങ്ങളും പല പല വണ്ടുകളും. അപ്പോഴേക്കും കയ്യിലിരുന്ന ആ കുഞ്ഞ് കിഷോര രൂപത്തിലേക്ക് അങ്ങ് മാറി. രാധാറാണി കിഷോരി ഭാവത്തിലാണ്. ഉടൻ തന്നെ ഭഗവാനും കിഷോര ഭാവത്തിലേക്ക് മാറി. ഭഗവാൻ ആ 15.5 വയസ്സ് പ്രായമുള്ള ആ യൗവന അവസ്ഥയിലേക്ക് കാണപ്പെട്ടു. കാർമുകിൽ നിറം, മഞ്ഞ പീതാംബരം ധരിച്ചിരിക്കുന്നു, കൗസ്തുഭമണി ധരിച്ചിരിക്കുന്നു, ഓടക്കുള്ളി ധരിച്ചിരിക്കുന്നു. എന്നിട്ട് കൂടാനുകൂടി കാമദേവനെക്കാട്ടിയും ഭഗവാൻ അതീവ സുന്ദരനായിട്ട് കാണപ്പെട്ടു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് രാധാറാണിയുടെ കൈയും പിടിച്ച് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ തന്നെ ഭഗവാന്റെ കയ്യിൽ വിവാഹത്തിനുള്ള സാമഗ്രികളെല്ലാം കയ്യിലുണ്ട്. കുശപ്പുല്ലും കലശവും അങ്ങനെ പല പല വസ്തുക്കളും ഭഗവാൻ ഒരു കയ്യിൽ രാധാറാണിയുടെ കൈ പിടിക്കുന്നു, മറ്റു കൈ ഇത് വിവാഹത്തിന് മുമ്പേ കൈ പിടിച്ചു. സാധാരണ വിവാഹം കഴിച്ചിട്ടാണ് കൈ പിടിക്കുന്നത്. ഒരു കയ്യിൽ രാധാറാണിയുടെ കൈയും പിടിച്ചിട്ടുണ്ട്, മറ്റേ ഇടത് കൈയിൽ ഭഗവാൻ വിവാഹത്തിനുള്ള സാമഗ്രികളും കൈവച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ ആലിംഗനം ചെയ്തു. എന്നിട്ട് ഒരുപാട് തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. സ്വർണത്തിൻ്റെ ഒരു ആസനത്തിൽ ഇരിക്കുകയാണ്. രാധാറാണിയുടെ ദേഹകാന്തിയും എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ സ്വർണത്തിൻ്റെ ദേഹകാന്തിയാണ്. എന്നിട്ട് ഒരു മഞ്ഞ പ്രകാശം, ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു കാർമുകിൽ നിറം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ഒരു കാന്തിയായിരുന്നു അവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. അന്നേരം കാർമേഘത്തിൻ്റെ ഇടയിൽ കൂടെ ഇടിവെട്ടുന്ന പോലെയായിരുന്നു, അതേപോലെയായിരുന്നു എല്ലാവർക്കും തോന്നുന്നത്. നല്ല കാർമേഘത്തിൻ്റെ ഒരു തിളക്കം, പിന്നെ അതിൻ്റെ ഇടയിൽ ഇടിവെട്ടുന്ന പോലെ ശ്രീമതി രാധാറാണിയുടെ സ്വർണത്തിൻ്റെ തിളക്കവും അത്രയ്ക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോഴേക്കും അവിടെ ബ്രഹ്മദേവൻ ആകാശത്തു നിന്നും താഴെ ഇറങ്ങി വന്നു. എന്നിട്ട് ഭഗവാന്റെ മുമ്പിലും രാധാറാണിയുടെ മുമ്പിലും കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു ഭഗവാനെ. അങ്ങ് ആദിപുരുഷനാണ്, കൃഷ്ണചന്ദ്രനാണ്. അങ്ങേക്ക് തുടക്കമില്ല, അങ്ങ് എല്ലാത്തിൻ്റെയും തുടക്കമാണ്. അങ്ങ് എപ്പോഴും ഭക്തവത്സലനാണ്, അനന്തകോടി ബ്രഹ്മാണ്ഡ നായകനാണ്. അങ്ങ് ശ്രേഷ്ഠരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ്. അങ്ങ് രാധാദേവിയുടെ പതിയാണ് എന്നൊക്കെ പറഞ്ഞു. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്താണെന്നറിയാം? രാധാപതി, രാധാകാന്തൻ അല്ലേ? നമ്മൾ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ രാധാപതി, രാധാകാന്ത എന്ന് വിളിക്കുമ്പോൾ ഭഗവാന് വലിയ ഇഷ്ടമായിരിക്കും. അന്നേരം അവിടെ ഗോലോകനാഥ്, എന്നിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങ് ഗോലോകത്തിൻ്റെ നാഥനാണ്, അങ്ങയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയാണ് ശ്രീമതി രാധാറാണി, അങ്ങ് വൈകുണ്ഠത്തിലെ നാഥനാണ്. എന്നിട്ട് രാധാറാണി വൃഷഭാനുവിൻ്റെ മകൾ, സാക്ഷാൽ ആദിലക്ഷ്മിയാണ്. അങ്ങ് ഈ ലോകത്തിൽ ശ്രീരാമനായിട്ട് വരുമ്പോൾ വൈകുണ്ഠത്തിൽ അങ്ങ് വിഷ്ണു രൂപം എടുക്കുമ്പോൾ, നാരായണ രൂപം എടുക്കുമ്പോൾ ഇതേ വൃഷഭാനുവിൻ്റെ മകൾ ലക്ഷ്മിയാകുന്നു. അങ്ങ് ശ്രീരാമസ്വാമിയാകുമ്പോൾ രാധാദേവി ജനകൻ്റെ മകളായ സീതാദേവിയാകുന്നു. അങ്ങ് ഹരിയാകുമ്പോൾ ദേവി കമലയാകുന്നു. അങ്ങ് യജ്ഞാവതാരം എടുക്കുമ്പോൾ ദേവി ദക്ഷിണയാകുന്നു. അങ്ങ് നരസിംഹരൂപം എടുക്കുമ്പോൾ ദേവി രമാദേവിയാകുന്നു. അങ്ങ് നരൻ്റെ സുഹൃത്തായ നാരായണ ഋഷിയാകുമ്പോൾ ദേവി ശാന്തിയാകുന്നു.
എന്നിട്ട് നിഴല് പോലെ അങ്ങേ പിന്തുടരുന്നു. അതൊരു നരനാരായണ ഋഷി ബ്രഹ്മചാര്യ വ്രതത്തിലാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ തപസ് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം, ശാന്തി ലഭിക്കത്തില്ലേ? അതേപോലെ നാരായണ ഋഷിയുടെ പുറകിൽ ശാന്തിയായിട്ട് ദേവി നിഴലായിട്ട് ഇങ്ങനെ പിന്തുടരുന്നു. ഹരേ കൃഷ്ണ. അങ്ങ് ബ്രഹ്മനായിട്ട് നിൽക്കുമ്പോൾ ദേവി ഇവിടെ പ്രകൃതിയാകുന്നു. അങ്ങ് സമയമാകുമ്പോൾ ദേവി പ്രധാനമാകുന്നു. പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ എല്ലാം സൂക്ഷ്മരൂപം. അങ്ങ് മഹത്തത്വമാകുമ്പോൾ രാധാദേവി മായാദേവിയാകുന്നു. ഹരിവോ, ഹരേ കൃഷ്ണ. ത്രിഗുണങ്ങൾ നിറഞ്ഞ ആ മായാദേവിയാകുന്നു രാധാദേവി. അങ്ങ് ഹൃദയത്തിലുള്ള 4 വസ്തുക്കളാകുമ്പോൾ, ഏതൊക്കെയാണ് 4 വസ്തുക്കൾ? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഹൃദയം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഹൃദയത്തിനകത്തൊരു ഹൃദയമുണ്ട്. അന്നേരം ഈ ഫിസിക്കൽ ഹാർട്ടല്ല, അതുകൂടാതെ ഒരു സൂക്ഷ്മ ഹൃദയമുണ്ട്. നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ. അന്നേരം അതാണ് പറയുന്നത്, ഹൃദയത്തിലുള്ള 4 വസ്തു. അങ്ങ് ഹൃദയത്തിലുള്ള 4 വസ്തുക്കളാകുന്നു. എന്തൊക്കെ? അങ്ങ് ഹൃദയത്തിൻ്റെ ഹൃദയമായിട്ടിരിക്കുന്നു. അതുകൂടാതെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. അന്നേരം അപ്പോൾ ദേവി വിവേചന ബുദ്ധിയാകുന്നു, വേർതിരിച്ചറിയാനുള്ള കഴിവ്. അങ്ങ് വിശ്വരൂപം എടുക്കുമ്പോൾ ദേവി ഭൂമി ദേവിയാകുന്നു. അങ്ങേ ഞാൻ, ആ പരമദിവ്യോത്ത പുരുഷനായ അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു. ശ്രേഷ്ഠരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് അങ്ങ്. അങ്ങ് ഗോലോക ധാമത്തിൻ്റെ നായകനാണ്. ഇപ്പോൾ അങ്ങ് 2 രൂപം എടുത്തിരിക്കുകയാണ്. ഒന്ന് ഈ സ്വർണ്ണ നിറത്തിലായ ദേവിയായിട്ടും കാർമുകിൽ നിറമായിട്ട് അങ്ങ് തന്നെ എന്ന് പറയും. അങ്ങ് ശ്രേഷ്ഠരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ എന്നെന്നും ഭർത്താവും ഭാര്യയാണ്. പക്ഷെ എന്നാലും ഈ ലോകത്തിൻ്റെ ഒരു ധർമ്മം കാണിക്കാനായിട്ട് അങ്ങ് തന്നെ നിയോഗിച്ചതുപോലെ ഞാൻ അവിടുത്തെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ബ്രഹ്മദേവൻ എഴുന്നേറ്റു. എന്നിട്ട് ഹോമകുണ്ഡം തയ്യാറാക്കി. എന്നിട്ട് വൈദിക ആചാരപ്രകാരമുള്ള വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. ബ്രഹ്മദേവൻ വിവാഹ ചടങ്ങുകൾ നടത്തി. എന്നിട്ട് അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തു ഭഗവാൻ, രാധാറാണിയുടെ കൈയും പിടിച്ചുകൊണ്ട്. എന്നിട്ട് ഈ ഹോമകുണ്ഡത്തിന് മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് ബ്രഹ്മദേവൻ വേദങ്ങളിൽ നിന്നും 7 മന്ത്രങ്ങൾ ഉരുവിട്ടു. അതിനുശേഷം രാധാറാണിയുടെ തൃക്കൈ ഭഗവാന്റെ നെഞ്ചത്ത് വെച്ചു. എന്നിട്ട് ഭഗവാന്റെ കൈ രാധാറാണിയുടെ പുറവശത്ത് തോൾ ഭാഗത്ത് കൈവച്ചു. എന്നിട്ട് ബ്രഹ്മദേവൻ മന്ത്രം വിട്ടു, പല വേദമന്ത്രങ്ങൾ. അതിനുശേഷം രാധാറാണി വരമാല ഭഗവാൻ കൃഷ്ണൻ്റെ താമര കൊണ്ട് തയ്യാറാക്കിയ അതീവ സുന്ദരമായിട്ടുള്ള ഒരു മാല ഭഗവാന്റെ കഴുത്തിൽ അണിയിക്കുകയാണ്. അതിനുശേഷം ഭഗവാനും അതേപോലെ താമര കൊണ്ട് തയ്യാറാക്കിയ ഒരു മാല രാധാറാണിയുടെ കഴുത്തിൽ അണിയിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും ഹോമകുണ്ഡത്തിൽ നമസ്കരിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരെയും 2 ആസനത്തിൽ ഇരുത്തുകയാണ്. എന്നിട്ട് കൈകൂപ്പി 5 മന്ത്രങ്ങൾ ഉരുവിട്ടു. അതിനുശേഷം എങ്ങനെയാണോ അച്ഛൻ ഒരു മകളെ ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്, അതേപോലെ ശ്രീമതി രാധാറാണിയുടെ കൈ
കന്യാദാനമായിട്ട് ഭഗവാന്റെ കയ്യിൽ കൊടുത്തുന്നുള്ളൂ. അപ്പോൾ ദേവന്മാരെല്ലാം ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു, അപ്സരസുകളെല്ലാം നൃത്തം ചെയ്തു, വിദ്യാധരന്മാരും ഗന്ധർവന്മാരും എല്ലാവരും, കിന്നരന്മാരും എല്ലാവരും ഭഗവാനെയും രാധാറാണിയും സ്തുതിക്കാൻ തുടങ്ങി. അവർ സന്തോഷം കൊണ്ട് വീണ്ടും വീണ്ടും അവരുടെ മൃദംഗങ്ങളും വീണയും പല പല വാദ്യോപകരണങ്ങളും എല്ലാം വായിക്കാൻ തുടങ്ങി. അവരെല്ലാവരും ജയ് 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 എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവനോട് ചോദിച്ചു, ദക്ഷിണയായിട്ട് എന്താ വേണ്ടത് ചോദിച്ചു. ഉടനെ ബ്രഹ്മദേവൻ ഭഗവാനോട് പറഞ്ഞു, ദക്ഷിണയായിട്ട് എനിക്ക് അങ്ങയിലുള്ള പരിശുദ്ധ ഭക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രഹ്മദേവൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ശിരസ് ഭഗവാന്റെയും രാധാറാണിയുടെയും തൃപ്പാദങ്ങളിൽ വയ്ക്കുകയാണ്. അതിനുശേഷം ബ്രഹ്മദേവൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം രാധാറാണി പലതരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം ഭഗവാന് വേണ്ടി കൊടുക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഭഗവാൻ ചവച്ച ഒരു താമ്പൂലം രാധാറാണിക്ക് കൊടുക്കുകയാണ്. അത് രാധാറാണി സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയുടെ കൈയും പിടിച്ച് വനത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ യമുനാ തീരത്തിൻ്റെ ഭംഗിയൊക്കെ നോക്കുന്നു, വൃന്ദാവനത്തിലെ ഭംഗി നോക്കുന്നു, പല പല തരത്തിലുള്ള ചെടികളുടെ ഭംഗി നോക്കുന്നു. ഭഗവാൻ ചിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഭഗവാൻ അദൃശ്യനായി. എന്നിട്ട് ഭഗവാൻ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് രാധാറാണി കണ്ടുപിടിച്ചു ഒരു മരത്തിൻ്റെ പുറകെ ഭഗവാൻ ഒളിച്ചിരിക്കുന്നതായിട്ട്. എന്നിട്ട് രാധാറാണി വേഗം ചെന്നിട്ട് ഭഗവാന്റെ പീതാംബരത്തിൽ കയറി പിടിച്ചു. എന്നിട്ട് അതിനുശേഷം രാധാറാണിയെ ഭഗവാൻ പിടിക്കുകയാണ്. അന്നേരം രാധാറാണി അവിടുന്ന് ഓടുകയാണ്. എന്നിട്ട് രാധാറാണി അദൃശ്യയാവുകയാണ് യമുനാ തീരത്ത്. പക്ഷെ എന്നിട്ടും ഭഗവാൻ കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും പല പല തമാശകളും പറയുകയും കളിച്ച് രസിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അവസാനം രാസമണ്ഡലത്തിൽ അവരെത്തി. എന്നിട്ട് രണ്ടുപേരും ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും നൃത്തം ചെയ്യാൻ തുടങ്ങി. പലതരത്തിലുള്ള സുന്ദരമായിട്ടുള്ള ലീലകളും അവർ തമ്മിൽ നടത്തി. എന്നിട്ട് വൃന്ദാവനത്തിൻ്റെ ആ നികുഞ്ചങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പല പല മയിലുകളും വണ്ടുകളുമൊക്കെ ഭഗവാനെയും രാധാറാണിയും ഒന്നിച്ചു കണ്ട സന്തോഷത്തിൽ അവർ ആഘോഷിക്കുകയായിരുന്നു. ഭഗവാനും രാധാറാണി ഒരുപാട് നൃത്തങ്ങൾ ചെയ്തു. ഗോവർദ്ധനത്തിൻ്റെ മുകളിലും ഗോവർദ്ധനത്തിൻ്റെ പല പല ഗുഹകളിലും പല പല അവിടെയുള്ള കുളങ്ങളിലും. അവസാനം വീണ്ടും യമുനാ തീരത്തേക്ക് വന്നു. അവിടെ ഭഗവാൻ വീണ്ടും യമുനയിൽ ചാടി, രാധാറാണിയും ചാടി. അങ്ങനെ യമുനാ തീരത്തും രണ്ടുപേരും ഒരുപാട് വെള്ളത്തിൽ കളിക്കുകയാണ്. രാധാറാണി ചിരിച്ചുകൊണ്ട് ഭഗവാന്റെ ഓടക്കുഴൽ എടുക്കുകയാണ്. ഭഗവാന്റെ ഓടക്കുഴലും എടുത്ത് ഭഗവാന്റെ പശുക്കളെ ഒട്ടിക്കുന്ന ആ വടിയും എടുത്തു. എന്നിട്ട് ഭഗവാന്റെ മേൽവസ്ത്രം എടുത്തു. അന്നേരം ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഓടക്കുഴൽ തിരിച്ചാ, എൻ്റെ ഓടക്കുഴൽ തിരിച്ചാന്ന് പറഞ്ഞു. അന്നേരം ഉടനെ രാധാറാണി പറഞ്ഞു, എൻ്റെ താമര തിരിച്ചതാ, അപ്പോൾ ഞാൻ ഓടക്കുഴൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ രാധാറാണിയുടെ കയ്യിൽ ഒരു താമര കൊടുക്കുകയാണ്. ഉടൻ തന്നെ രാധാറാണി ഓടക്കുഴൽ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും രണ്ടുപേരും ഒരുപാട് കളിച്ച് രസിച്ച് അവിടെ നടക്കുകയാണ്. പിന്നെ ഭാണ്ഡീർവനത്തിൽ ഒരുപാട് ഭഗവാനും രാധാറാണി ഏറ്റവും സന്തോഷത്തിലായതുകൊണ്ട് അവിടുത്തെ വനം കൂടുതൽ സന്തോഷത്തിലായി. ഒരുപാട് സമ്പദ് സമൃദ്ധി അവിടെ പ്രകടമായി തുടങ്ങി. ഒരുപാട് രത്നങ്ങളും
പലതരത്തിലുള്ള പക്ഷികളും എല്ലാവരും അവിടെ പ്രകടമായെന്നുള്ളതാണ്. അന്നേരം ഭഗവാനും രാധാറാണിയും സന്തോഷിച്ചപ്പോൾ ആ വനം മൊത്തത്തിൽ സന്തോഷിച്ചു. അതിനുശേഷം രാധാറാണി ഭഗവാനെ ഇങ്ങനെ അലങ്കരിക്കാൻ തുടങ്ങുകയാണ്, ഭഗവാനെ ഒരുക്കുകയാണ്. ഭഗവാന്റെ ദേഹത്ത് പല പല ചിത്രങ്ങൾ വരയ്ക്കുന്നു, പിന്നെ ഭഗവാനെ കൂടുതൽ ഒരുക്കുന്നു. അതിനുശേഷം കുറിയൊക്കെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് പൂക്കൾ കൊണ്ട് എന്താ പറയുന്നത്, പകിടി പൂക്കൾ കൊണ്ട് തലപ്പായൊക്കെ കെട്ടിക്കൊടുക്കുന്നു. അപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്യുന്നറിയാം, കിശോരഭാവം അങ്ങ് വിട്ട് വീണ്ടും കുഞ്ഞായെന്നുള്ളത്, വീണ്ടും കുഞ്ഞായിട്ട് കരയാൻ തുടങ്ങി. നന്ദ മഹാരാജ് എങ്ങനെയായിരുന്നു ആദ്യം ഭഗവാനെ കൊടുത്തത് അതേ രീതിയിലായി. അന്നേരം ഭഗവാനെ വീണ്ടും കുഞ്ഞായിട്ട് കണ്ടപ്പോൾ രാധാറാണി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് ഭഗവാൻ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് രാധാറാണി പറഞ്ഞു. അന്നേരം രാധാറാണി ഇങ്ങനെ കരയുന്ന കണ്ടപ്പോൾ ഉടനെ ഭഗവാൻ പറയുക, രാധ വിഷമിക്കണ്ട, ഇനി സമയം വരുമ്പോൾ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ പൂർത്തീകരിക്കും എന്ന് ഭഗവാൻ പറയുന്നു. ഇത് കേട്ടോടൻ തന്നെ രാധാറാണി ഉണ്ണിക്കണ്ണനെ കയ്യിൽ പിടിച്ചുകൊണ്ട് യശോദാമ്മയുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് യശോദാമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഭർത്താവായ നന്ദ മഹാരാജ് വഴിയിൽ കണ്ടിരുന്നു, എന്നിട്ട് ഈ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ നന്ദ മഹാരാജ് രാധാറാണിക്ക് പറഞ്ഞു, രാധ, വൃഷഭാനുവിൻ്റെ മകളല്ലേ, നീ ഭാഗ്യവതിയാണ്. എന്നിട്ട് ശക്തമായിട്ട് കാറ്റൊക്കെ വീശി ഒരുപാട് മഴയൊക്കെ പെയ്ത സമയത്ത് എൻ്റെ കുഞ്ഞ് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു, നീ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിച്ചു. യശോദാമ്മ ഒരുപാട് സ്തുതിച്ചു രാധാറാണിയെ. എന്നിട്ട് വിട പറഞ്ഞ രാധാറാണി വീട്ടിലേക്ക് പോവുകയാണ്. അന്നേരം ഗർഗഭാവത്തിൽ പറയുന്നു, ആരാണോ ഈ ഒരു ലീല ശ്രവിക്കുന്നത്, വായിക്കുന്നത്, അവർക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള പാപവും അവരെ സ്പർശിക്കത്തില്ല. ഹരേ കൃഷ്ണ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ 2 രൂപം എടുത്തിട്ടുണ്ട്. ഒന്ന് ഭഗവാന്റെ സ്വയം രൂപം, ശ്രീകൃഷ്ണ രൂപം. അതേ ഭഗവാൻ കൃഷ്ണനിൽ നിന്നും അടുത്തൊരു രൂപം വന്നു, അതാണ് ശ്രീമതി രാധാദേവി. അന്നേരം ഭഗവാനെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നോ അതേ ബഹുമാനമാണ് രാധാദേവിക്കും കൊടുക്കേണ്ടത്. രണ്ടുപേരും വ്യത്യസ്തരല്ല, ഒരേ ഭഗവാൻ തന്നെ 2 രൂപം എടുത്തിരിക്കുകയാണ്. ഒന്ന് ഭഗവാന്റെ സ്വന്തം രൂപം, അടുത്തത് രാധാറാണിയുടെ രൂപം. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല, പക്ഷെ രണ്ടുപേരും 2 രൂപം എടുത്തു ലീലകൾ ചെയ്യാൻ വേണ്ടി. അന്നേരം ഭഗവാനിൽ നിന്നും അസംഖ്യം ഗോപന്മാരും വന്നു, രാധാറാണിയിൽ നിന്നും അസംഖ്യം ഗോപികമാരും വന്നു. അവിടെയുള്ള പശുക്കളും പല പല ജീവജാലങ്ങളും ഇതൊക്കെ. നമ്മൾ ഗോലോക വൃന്ദാവനത്തിൽ ഇതിലാരോവായി. നമുക്കൊരിക്കലും ഭഗവാൻ കൃഷ്ണനാകാൻ കഴിയില്ല, രാധാദേവി ആകാൻ കഴിയില്ല, രാധാറാണിയുടെ അടുത്ത ഗോപികമാരും ആകാൻ കഴിയില്ല. നമുക്കൊരു സ്വരൂപമുണ്ട്. ആ സ്വരൂപം എന്ന് പറഞ്ഞാൽ ശ്രീമതി രാധാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും സേവകർ എന്നുള്ളൊരു സ്ഥാനം. അതെന്തും ആകാം. ഗോലോക വൃന്ദാവനത്തിൽ ഒരു പുല്ലിന് കിട്ടുന്ന ആനന്ദം ഗോപികമാർക്ക് കിട്ടുന്ന ആനന്ദം ഒരേപോലെയാണ്. പക്ഷേ നമുക്ക് എത്രത്തോളം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഒരു സ്വരൂപം അവിടെ കിട്ടും. അന്നേരം ഭഗവാനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളാണ് ഗോപികമാർ.
അന്നേരം അത്രത്തോളം സേവന മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഗോപികമാരാകാൻ പറ്റും, ഗോപന്മാരാകാൻ പറ്റും. അങ്ങനെ ഇനി ഗോപികമാരിലും വാത്സല്യഭാവം, അതായത് യശോദ അമ്മയെ പോലെ ഭഗവാനെ സ്നേഹിക്കുന്ന ഗോപികമാരുണ്ട്, നന്ദ മഹാരാജിനെ പോലെ ഭഗവാനെ സ്നേഹിക്കുന്ന ഗോപന്മാരുണ്ട്. അന്നേരം നമ്മുടെ ഉള്ളിൽ ഭക്തിഭാവം എന്താണോ അതിനനുസരിച്ചിരിക്കും. അന്നേരം നമുക്ക് എങ്ങനെ ആ സ്വരൂപത്തെ വീണ്ടും തിരിച്ചു പിടിക്കാൻ പറ്റും? ജപം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. അല്ലാതെ ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് ഗോപിയാകാൻ കഴിയില്ല, ഗോപനാകാൻ കഴിയില്ല, ഗോലോകത്തെത്താൻ കഴിയില്ല. കാരണം ഇപ്പോഴും നമ്മുടെ ഈ മനസ്സ് ഈ ലോകമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഈ ലോകമാണ് എൻ്റേത്, ഈ ശരീരം ഞാനാണ് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം ഈ ശരീരവും ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളും സങ്കല്പങ്ങളും അതെല്ലാം മാറണം. എന്നിട്ട് നമ്മുടെ യഥാർത്ഥ അസ്തിത്വം, ഇതിനകത്തിരിക്കുന്ന ഞാൻ ആരാണ് എന്ന് എല്ലാവരും നമ്മളോട് ചോദിക്കണം. ആ ഒരു അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മിഥ്യയായിട്ടുള്ള ഈ ശരീരവും മിഥ്യയായിട്ടുള്ള ഈ ലോകത്തിൽ നിന്നും, ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും ആസക്തികളും എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാന്റെ സേവനത്തിൽ മഗ്നരായിരിക്കണം. എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും ഭഗവാന് വേണ്ടി സേവനം ചെയ്യുകയും നമ്മുടെ എല്ലാ കഴിവുകളും ഭഗവാന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. എന്നിട്ട് മെല്ലെ 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 ഭൗതികമായിട്ടുള്ള എല്ലാ കെട്ടുബന്ധനങ്ങളിൽ നിന്നും നമ്മൾ ഉയരണം. അപ്പോൾ ജീവിതാന്ത്യവേളയിലും നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ അത്രയ്ക്ക് ഉറപ്പിച്ച് നിർത്താൻ പറ്റുമെങ്കിൽ, നമ്മൾ മറ്റൊരു ഭൗതിക വസ്തുവകകളിലും വ്യതിചലിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഭഗവാൻ കൃഷ്ണനോടും ശ്രീമതി രാധാറാണിയോടും ആ ഭക്തിയുണ്ടോ, അത്രത്തോളം നമുക്ക് ഭഗവാന്റെ ലോകത്തിൽ ഭഗവാനായിട്ട് അടുത്ത് നിൽക്കാൻ നമുക്ക് പറ്റും. ഞാനെപ്പോഴും സത്സംഗത്തിൽ പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ ആരെയായിരിക്കും സ്വീകരിക്കുന്നത്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും, അല്ലേ? അതേപോലെ ഭഗവാന് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മൾ ഭഗവാന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് ആ മഹാസൗഭാഗ്യം നൽകും. അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ പ്രവേശിച്ച് ശ്രീമതി രാധാറാണിയുടെയും അദ്ദേഹത്തിൻ്റെ സേവനം ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ലഭിക്കും. പക്ഷെ അദ്ദേഹത്തിന് നമ്മളോട് ഇഷ്ടം തോന്നണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നണ്ടേ? അന്നേരം നമുക്ക് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യൂ. നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കഴിയുക? നമ്മൾ അദ്ദേഹത്തെ മറന്ന് ഈ ലോകത്തിൽ എത്രയോ ജന്മങ്ങളായിട്ട് പല പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ജന്മങ്ങൾ പല പല ജീവജാലങ്ങളായിട്ട്, ഈച്ചയായിട്ടും പൂച്ചയായിട്ടും പുഴുക്കളായിട്ടും മലത്തിലെ കൃമികളായിട്ടും രാജാവായിട്ടും പിച്ചക്കാരനായിട്ടും എത്രയോ ജന്മങ്ങൾ നമ്മളെടുത്തു. പക്ഷെ ഇതൊന്നും നമ്മളല്ല. നമ്മുടെ ഒരേ ഒരു യാഥാർത്ഥ്യം, അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണേർ നിത്യദാസ്, ഭഗവാന്റെ സേവകനാണ് നമ്മൾ. ജീവേര സ്വരൂപ് ഹോയ് കൃഷ്ണേർ നിത്യദാസ്. ഭഗവാന്റെയും രാധാറാണിയുടെയും സേവകരാണ് നമ്മൾ ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിയിലുള്ള വ്യക്തിയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഇതാണ് പരമസത്യം. ഈ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ആരാണോ ആ പരമസത്യത്തെ അന്വേഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ആ പരമസത്യത്തെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായി കണ്ട് ജീവിക്കുന്നത്, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ദ്വന്ദ്ങ്ങളിൽ നിന്നൊക്കെ
ആര് നമ്മളെ സ്തുതിച്ചാൽ എന്ത്, നിന്ദിച്ചാൽ എന്ത്, അപമാനിച്ചാൽ എന്ത്, എന്ത് നേടിയാൽ എന്ത്, എന്ത് നഷ്ടപ്പെട്ടാൽ എന്ത് എന്നൊരു സന്തുലിത അവസ്ഥയിൽ നമ്മളിരിക്കുകയാണെങ്കിൽ, ആര് ബന്ധു ആര് ശത്രു എന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളിരിക്കുകയാണെങ്കിൽ, ഈ ലോകമായിട്ട് ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റും വയ്ക്കാതെ, കാഴ്ചകളിലും രൂപങ്ങളിലും ശബ്ദങ്ങളിലും രുചികളിലും ഒന്നിലും നമ്മൾ പെട്ടുപോകാതെ, നമ്മുടെ മനസ്സ് സദാസമയം ആ ഭഗവത് സ്മരണയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പനെക്കുറിച്ച്, ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ശ്രീമതി രാധാദേവിയുടെ സേവനത്തിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിതാന്ത്യം വരെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. അത് എളുപ്പമല്ല. നാമം ജപിക്കണം. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഈ ഒരു മഹാമന്ത്രത്തെ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു 108-16 പ്രാവശ്യം 16 മാല നമ്മൾ ഡെയിലി ജപിക്കുകയാണെങ്കിൽ, ഓരോ മാലയ്ക്ക് മുമ്പേയും പഞ്ചതത്വമന്ത്രം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ, ഈ ഒരു പഞ്ചതത്വ മന്ത്രവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു 108-16 പ്രാവശ്യം നമ്മൾ ജപിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഭഗവാൻ ജീവിതാന്ത്യ സമയത്ത് നമ്മുടെ ആഗ്രഹം നല്ല സ്ട്രോങ് ആണെങ്കിൽ, ഇടയ്ക്ക് പ്രഭുപാജിയുടെ ഒരു ഇൻ്റർവ്യൂ ആർട്ടിക്കൽ ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ പ്രഭുപാജിയോട് ചോദിക്കുകയാണ്, if our purpose is powerful, then how come Maya is attacking us? അതായത്, if our purpose is to go to Goloka, നമ്മുടെ ലക്ഷ്യം ഗോലോക വൃന്ദാവനമാണ്. if our purpose is to please Krishna, then why Maya is creating trouble for us? അതായത് നമ്മുടെ ലക്ഷ്യം ഭഗവാൻ കൃഷ്ണനാണ് എങ്കിൽ പിന്നെ മായാദേവി എന്തിനാണ് ഇത്രയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്? അന്നേരം പ്രഭുപാജി പറയുക, നമ്മുടെ പർപ്പസ് സ്ട്രോങ് അല്ല, അത് തന്നെയാണ്. അന്നേരം നമ്മുടെ പർപ്പസ് ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ എന്തുകൊണ്ടാണ്, നമ്മുടെ പർപ്പസ് ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ മായാദേവി എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട് നമ്മളെ ആക്രമിക്കുന്നത്? പ്രഭുപാജി പറഞ്ഞു, നമ്മുടെ പർപ്പസേ ശക്തമല്ല, അതുകൊണ്ടാണ് മായാദേവി ശക്തമായിട്ട് ആക്രമിക്കുന്നത്. അന്നേരം നമ്മുടെ ലക്ഷ്യം ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. ബാക്കി എന്ത് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഇവിടെ എന്ത് നേടിയിട്ട് എന്ത് പ്രയോജനം? എല്ലാവരും പറയുന്നുണ്ട് എന്ത് പ്രയോജനമെന്ന്. പക്ഷേ പ്രധാനപ്പെട്ട പ്രയോജനമുള്ള വസ്തുവിനെ ആരും അന്വേഷിക്കുന്നുമില്ല. ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു ഭഗവാൻ കൃഷ്ണനും ശ്രീമതി രാധാറാണിയും. അന്നേരം നമ്മൾ വിരക്തിയിൽ ഇരുന്നു കൊണ്ട് ഭൗതികമായിട്ട് ഒരു ആസക്തിയും വയ്ക്കാതെ നാമം ജപിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഭഗവാന് വേണ്ടി സേവനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രചരണം ചെയ്യുന്ന ഭക്ത കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കുക, ഗുരുപരമ്പര നിർദ്ദേശങ്ങളെ പാലിക്കുക. സോ സിമ്പിൾ. ഇത് ടഫൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മളാണ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്. 16 മാല ജപിക്കുകയും 4 യമനിയമങ്ങൾ പാലിക്കുക. എന്താണ്? മത്സ്യമാംസാദികൾ കഴിക്കരുത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അവിഹിത ബന്ധങ്ങൾ പുലർത്തരുത്, ചൂത് കളിക്കരുത്. അങ്ങനെ 4 യമനിയമങ്ങളും പാലിച്ച് ഭഗവാന്റെ തിരുനാമവും ജപിച്ച് ഗീത ഭാഗവതമൊക്കെ പഠിച്ച് സത്സംഗമൊക്കെ കേട്ട് ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ ഭഗവാന്റെ സേവനമൊക്കെ ചെയ്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആസക്തികളെയൊക്കെ മാറ്റി ഭഗവാനിലേക്ക് ആസക്തരാവുക.
ഭഗവാനോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുക, ഭഗവാന്റെ നാമത്തിനോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഭഗവാനോട് എത്ര ഇഷ്ടമുണ്ടോ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എത്രത്തോളം നാമം ജപിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടോ അത്രത്തോളം നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ടെന്നാണ്. നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാനേ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത് വെറുതെയാണ്, അത് തെറ്റിദ്ധാരണയാണ്. ഭഗവാനോട് ഇഷ്ടമുണ്ടോ നാമത്തിനോട് ഇഷ്ടമുണ്ടായി. കാരണം ഭഗവാനും ഭഗവാന്റെ നാമമായിട്ട് ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നാമം ജപിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാനോട് ഇഷ്ടമില്ലെന്നാണ്. ഭഗവാനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നാമത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കും, നാമത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഭഗവാനോട് ബന്ധപ്പെട്ട എല്ലാത്തിനോടും ഇഷ്ടം കാണും, എല്ലാത്തിനോടും. ഇനി ഭഗവാന്റെ നാമത്തിനോട് നമുക്ക് ഇഷ്ടമില്ല, വേറെ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനോടും ഇഷ്ടമുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്, അത് അഭിനയമാണ്. അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടല്ല നമുക്കതിലിഷ്ടം, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതോ ആസക്തികൾ നമ്മൾ സൂക്ഷിക്കുന്നു ഹൃദയത്തിൽ. ഉദാഹരണത്തിന് ഭഗവാന്റെ കീർത്തനമൊക്കെ നമുക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ നാമം ജപിക്കാൻ ഇഷ്ടമല്ല. അതിൻ്റെ അർത്ഥം കീർത്തനം ഭഗവാന്റെ ആയതുകൊണ്ടല്ല നമുക്ക് ഇഷ്ടം, നമ്മൾ ആ മ്യൂസിക്കിനോട് അറ്റാച്ച്ഡാണ്, ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ രീതിയിൽ നമ്മൾ അതിനെ കാണുകയാണ്, ഒരു മനോരഞ്ജനത്തിന് വേണ്ടി നമ്മൾ ആ സംഗീതത്തെ ഉപയോഗിക്കുകയാണ്. നമ്മൾ തീർത്ഥ സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷെ നാമം ജപിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വെറും ഒരു ടൂറിന് വേണ്ടി നമ്മൾ പോവുകയാണ്. പല പല സ്ഥലങ്ങൾ കറങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ പോവുകയാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ഇനി ഭഗവാന്റെ കഥകൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അതെന്തോന്ന് വെച്ചാൽ ഒരു ത്രില്ലിന് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി ഒരു കഥ കേൾക്കുന്നതേ ഉള്ളൂ. അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതെന്തായാലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ജപമാണ് മെയിൻ. ഭഗവാന്റെ നാമജപത്തിൽ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഭഗവാനോട് താല്പര്യമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. എപ്പോഴാണോ നമുക്ക് നാമജപത്തിൽ താല്പര്യം തോന്നുന്നത്, എപ്പോഴാണോ നമ്മൾ ഭക്തിയിൽ ആത്മാർത്ഥമായിട്ട് വളരെയധികം സീരിയസ് ആയിട്ട് സിൻസിയർലി നമ്മൾ ശ്രമിക്കുന്ന, ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് നാമം ജപിക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പക്ഷേ നമ്മൾ നാമം ജപിക്കുന്നത് പോലും നമ്മുടേതായിട്ടുള്ള ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്? അന്നേരം പുറമെ എന്ത് ചെയ്യുന്നു എന്നല്ല, ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നൊരു ഉദ്ദേശം, അതിനനുസരിച്ചാണ് നമുക്ക് ഭക്തിയിൽ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം കറക്റ്റാക്കുക. നമ്മൾ നമ്മുടെ ഭൗതിക ലാഭത്തിന് വേണ്ടിയോ നമ്മുടെ കുടുംബത്തിൻ്റെ ഭൗതിക ലാഭത്തിനോ വേണ്ടി ആയിരിക്കരുത് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഒരേ ഒരു ലക്ഷ്യം, ഭഗവാൻ കൃഷ്ണൻ. നമുക്ക് ഭഗവാനിൽ നിന്ന് ഒന്നും വേണ്ട, ഒന്നും ചോദിക്കരുത് അദ്ദേഹത്തിനോട്, ഒന്നും വേണ്ട. അദ്ദേഹം എത്ര പറഞ്ഞാലും ഒന്നും. ഇന്ന് നമ്മൾ കണ്ടില്ലേ, ബ്രഹ്മദേവനോട് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചു, നന്ദമഹാരാജനോട് ചോദിച്ചു എന്ത് വേണമെന്ന്. എന്താ അവർ പറഞ്ഞത്? തൃപ്പാദത്തിൽ ഉറച്ച ഭക്തി, പരിശുദ്ധ ഭക്തി, അത് മാത്രമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നും ആഗ്രഹിക്കരുത്, ഒന്നും ഭഗവാനിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ സുരക്ഷിതത്വം പോലും, നമ്മുടെ സംരക്ഷണം പോലും, ഒന്നിനും നമ്മൾ ഭഗവാനെ ആശ്രയിക്കരുത്. ആശ്രയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? ഭഗവാൻ നൽകിയ കഴിവിനെ നമ്മൾ ഭഗവാന് നമുക്ക് നൽകിയ കഴിവിനെ നമ്മൾ ഉപയോഗിക്കാം. അത് ഭഗവാന് വേണ്ടി ഉപയോഗിക്കാം. അതിലൂടെ ലഭിക്കുന്ന റിസൾട്ടും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാം. നമുക്കായിട്ട് ഒന്നും ചിന്തിക്കരുത്, ഒന്നിനു വേണ്ടിയും പരിശ്രമിക്കരുത്, പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി. അന്നേരം നിങ്ങൾ വിചാരിക്കും, സ്വാമിജിക്ക് അങ്ങനെയൊക്കെ പറയാം, നമ്മൾ കുടുംബക്കാരല്ലേ. നമ്മൾ മനസ്സിലാക്കുക, കുടുംബക്കാരാണെങ്കിലും സന്യാസിയാണെങ്കിലും നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അതാണ് സത്യം. ഓരോ ജന്മത്തിലും നമുക്ക് കുടുംബമില്ലേ? എല്ലാ ജന്മങ്ങളിലും നമുക്ക് കുടുംബം. അന്നേരം കഴിഞ്ഞ ജന്മത്തിലെ കുടുംബം എവിടെ പോയി? അതിന് മുമ്പിലത്തെ ജന്മത്തിലെ കുടുംബം എവിടെ പോയി?
അന്നേരം അതിൻ്റെ അർത്ഥം സ്വാമിജി നമ്മുടെ കുടുംബം എല്ലാം തള്ളിക്കളഞ്ഞിട്ട് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ വരണമല്ലേ? അതിനുള്ള സൗഭാഗ്യം എല്ലാവർക്കും കാണത്തില്ല. കാരണം അതിനുള്ള മനസ്സ് ചിലപ്പോൾ എല്ലാവർക്കും വരത്തില്ല. എല്ലാവർക്കും മീരാഭായിയെ പോലെയും ഗോപികമാരെ പോലെയും അത്രയും ഉയർന്ന രീതിയിൽ വരാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇനി എല്ലാം വിട്ടിട്ട് വന്നാലും നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തിയെന്നാണോ? പുറമേ ഉപേക്ഷിക്കുക, ഉള്ളിൽ നിന്ന് ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ വേണ്ടുന്നത് ഉള്ളിൽ നിന്നുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റുക എന്നതാണ്. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഉള്ളിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് മാറിക്കഴിഞ്ഞാൽ വീട്ടിലുണ്ടായാലെന്ത്, പുറത്താണെങ്കിലെന്ത്, എവിടെയാണെങ്കിലെന്ത്, ആദ്യം ഉള്ളിൽ നിന്നുള്ള അറ്റാച്ച്മെൻറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? കുടുംബത്തെ സ്നേഹിക്കരുത് എന്നാണോ? അല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളപ്പം അവരിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും എന്നുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റാണ്. അവർ നമ്മളോട് ഇങ്ങനെ പറയുന്നു, അവരിങ്ങനെ പറയുന്നില്ല, എന്നെ വിഷമിപ്പിക്കുന്നു, അത് വിഷമിപ്പിക്കുന്നു. നമുക്കിഷ്ടമുള്ള രീതിയിൽ അവർ പെരുമാറണം, അവർ നമ്മളെ ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കണം. ഇതാണ് എല്ലാ അച്ഛനമ്മമാർക്കും മക്കളിൽ നിന്നുള്ളൊരു പ്രതീക്ഷ. ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തരാം, എൻ്റെ കാശും എല്ലാ കുട്ടിക്കാണ്. എന്നോടൊന്ന് നല്ല രീതിയിൽ സംസാരിച്ചൂടെ? അവർക്ക് എന്നോട് ഇങ്ങനെ പെരുമാറിക്കൂടെ? ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ അതേപോലെ എന്താണ്ട് കേൾക്കുന്നില്ല. ഇത് തന്നെയാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പറയും, സ്വാമിജി ഇത് കുറച്ച് കൂടുതലല്ലേ? മക്കളെ പിന്നെ നമ്മൾ എന്തിനു വേണ്ടി വളർത്തുന്നു? അവർ നമ്മൾ പറയുന്ന പോലെ കേൾക്കണ്ടേ? ഇതാണ് അറ്റാച്ച്മെൻറ്റ്. എൻ്റെ മക്കൾ എന്നുള്ള മാമക. ധൃതരാഷ്ട്രയുടെ ആദ്യത്തെ ശ്ലോകം, ധൃതരാഷ്ട്രോ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. എൻ്റെ മക്കൾ, ഞാൻ എൻ്റേത്. അതാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ഇതെൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ബന്ധുക്കൾ, ഞാൻ, എൻ്റെ കഴിവ്. ഞാൻ ഓരോന്നും എൻ്റെയൊക്കെ കഴിവറിയാം, എൻ്റെ ബുദ്ധി എന്താണെന്നറിയോ? ഇതാണ് പ്രശ്നം. എൻ്റെ സ്വഭാവം നിനക്കറിയത്തില്ല. ഞാൻ എൻ്റേത്, ഞാൻ എൻ്റേത്. അഹം മമേതി, അഹം മമേതി. ഇതാണ് മെയിൻ പ്രശ്നം. കാരണം ഇതൊന്നുമല്ല നമ്മൾ. എല്ലാം നമ്മുടെ കൺഫ്യൂഷൻസും തെറ്റിദ്ധാരണയാണ്. അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെ പുറത്ത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇതിൽ നിന്ന് പുറത്ത് വരുമെന്ന് പറഞ്ഞാൽ എവറസ്റ്റ് ഒന്നും അത് ഈസി ആയിട്ട് നമുക്ക് കീഴടക്കാം. പക്ഷേ ഈ അഹങ്കാരത്തിൻ്റെ ആ പർവ്വതം മറികടക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അതിനു വേണ്ടിയാണ് നമ്മളൊരു ഗുരുവിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ടത്. ഗുരു, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരം കയറി വരും, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരും എന്താ ശരി എന്താ തെറ്റെന്ന്. അന്നേരം ആ ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ നിന്ന് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് ഒതുങ്ങി. നമ്മൾ പലതും പറയും, അപ്പം ഗുരു പറയും വേണ്ട. അതെന്താ വേണ്ടാത്തത്? ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് കേട്ടൂടാ? എന്തുകൊണ്ട് കേട്ടൂടാ? നിങ്ങൾ പിന്നെ എന്തോ ഇത് എന്ത് പറഞ്ഞു എന്തുകൊണ്ട് കേട്ടൂടാ? അതാണ് ഈഗോ. അപ്പോൾ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ട് എന്താണോ അങ്ങേര് പറയുന്നത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഉറച്ച് വിശ്വസിക്കുക. നമുക്കത് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നമ്മളത് ഹൃദയാംഗതമായിട്ട് സ്വീകരിക്കുമ്പോൾ സെറ്റായി, അടിപൊളിയായി. കാരണം ഗോലോകത്ത് ഇതൊക്കെയാണേ. ഭാവം ഇപ്പം പറയടെ അത് ചെയ്യുന്നു പറയും, പിന്നെ പറയും ഇത് ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ ഭാവനോട് എന്താ ഇപ്പം ചെയ്താൽ അത് നിങ്ങളാരും ഇവിടുന്ന് തീരുമാനിക്കാൻ? നിങ്ങളെന്തോ അഖില കൂടി ബ്രഹ്മാണ്ടമായി. നമ്മളുടെ സ്വഭാവം വെച്ച് ഭഗവാനോടും മെക്കിട്ട്. എൻ്റെ അഭിപ്രായം ഞാൻ എവിടെയായാലും പറയും, എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ എന്തും ചെയ്യും. ഇത് തന്നെ നമ്മൾ ഗോലോകത്ത് എന്നിട്ടും പറയും. അപ്പം ഭഗവാൻ ചോദിക്കും എവിടുന്ന് കൊണ്ടോ? രാധാറാണി എടുത്ത് രാധാറാണി ഉടനെ അടുത്ത് പോയി എവിടെ നിന്ന് കൊണ്ടുവന്നു? ഉടനെ ഗോപികമാർ ഇങ്ങനെ നോക്കി
ഓഹോ, കേരളത്തിൽ നിന്നാണ്. ഇവിടെ ഇവിടെയും ഗ്രൂപ്പിസം തുടങ്ങാൻ വേണ്ടി വന്നിരിക്കും. അന്നേരം അന്നേരം ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ശരിയല്ല. അതാണ് അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം. ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു കച്ചട പുറത്ത് കളയുക, അപ്പോൾ എല്ലാം അടിപൊളിയാവും. ഹരേ കൃഷ്ണ. എന്തായാലും വലിയ ടഫാണ്, എളുപ്പമല്ല. ഹരേ കൃഷ്ണ. ആശ്രമ ജീവിതം നയിക്കുന്നവർക്ക് കുറച്ച് എളുപ്പമാണ്. കാരണം എന്താ, ആ ആശ്രമത്തിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈഗോ, കാരണം അവിടെ പല വ്യത്യസ്ത ആൾക്കാർ, വ്യത്യസ്ത ആഗ്രഹങ്ങൾ, പല തരത്തിലുള്ള വേവ് ലെങ്തിലുള്ള ഭക്തർ, ചിന്തകളുടെയും അതിൻ്റെയൊക്കെ, അന്നേരം അതിൻ്റെ ഇരുന്നിരുന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെയൊക്കെ അങ്ങ് അടിച്ചമർത്താനും നമ്മൾ ആ പൊതുവെ ആ ഗുരു പരമ്പരയുടെ നിർദ്ദേശങ്ങളും അതൊക്കെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ എന്തു പറ്റും, നമ്മുടേതായിട്ടുള്ളൊരു പുതിയ വെർഷൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആത്മീയമായിട്ട് ഉണരും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ സേവനങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. എല്ലാവർക്കും ഭഗവാന്റെയും ശ്രീമതി രാധാറാണിയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം രാധാകൃഷ്ണ സേവ, ശ്രീമതി രാധാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും സേവനം ചെയ്യുക ജീവിതാന്ത്യം വരെയും. അതിനുശേഷം ഇനിയൊരു ജന്മം ഈ ലോകത്തെടുക്കാതെ ഭഗവാന്റെ ലോകത്തേക്ക് ഭഗവാന്റെയും രാധാറാണിയുടെയും ഭക്തരുടെയും ഒക്കെ സേവനം ചെയ്ത് എന്നേക്കുമായിട്ട് അവിടെ പോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാവർക്കും സദ്ബുദ്ധി ഭഗവാനും രാധാറാണിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ, എൻ്റെ സ്വന്തം ശ്രീമതി രാധാറാണി, എല്ലാവരും മനസ്സിലിടും. ഹരേ കൃഷ്ണ.